നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം അശ്വതി നക്ഷത്രത്തെ കുറിച്ചാണ്. അശ്വതി നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂൺ 1 തീയതി മുതൽ 15 തീയതി വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ ഫലങ്ങൾ പൊതുവായിട്ടുള്ള ഒരു ഫലമാണ്. സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും സ്വീകരിക്കാവുന്ന ഒരു ഫലമാണ്. അപ്പോൾ ഈ ഫലം അറിയുന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തില് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കൂടുതൽ സന്തോഷകരവും സമാധാനപരവുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് കൂടിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ സമയത്ത് വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകൾക്കൊക്കെ ചേരുവാൻ കഴിയുമെങ്കിലും അതിനൊരു അഹോരാത്ര പ്രവർത്തനമൊക്കെ വേണ്ടിവരുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇഷ്ടപ്പെട്ട കോഴ്സുകളൊക്കെ ചേരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിച്ച് അതാത് സമയത്ത് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കോഴ്സിന് ചേരുവാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ട് ഓരോ പാഠ്യ വിഷയങ്ങളൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കുവാനായിട്ട് സാധ്യതയുണ്ട്. അത് പാടില്ല. നിങ്ങളുടെ സ്വന്തം ഇഷ്ടം, നിങ്ങളുടെ അഭിരുചി അനുസരിച്ച് വേണം നിങ്ങൾ പാഠ്യ വിഷയങ്ങളൊക്കെ തിരഞ്ഞെടുക്കുക. ഇതിൽ അശ്വതി നക്ഷത്രക്കാരുടെ മാതാപിതാക്കളുടെ ഒരു ശ്രദ്ധയും കൂടി ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കേണ്ട ഒരു സമയമാണ്. അശ്വതി നക്ഷത്രത്തിൽ പിറന്ന ചെറിയ കുട്ടികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മാതാപിതാക്കൾ ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അശ്വതി നക്ഷത്രത്തിൽ പറഞ്ഞവരുടെ ദാമ്പത്യ ജീവിതത്തിലെ കൂടുതൽ സന്തോഷകരവും സമാധാനകരവുമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ ഇക്കാര്യത്തിന് വേണ്ടി ഒന്ന് ഇറങ്ങി പുറപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിവാഹം നടക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ഈ അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. സാമ്പത്തിക വിഭാഗത്തിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങളിലേക്ക് വരുമെങ്കിലും അതിന് ഒരു നിയന്ത്രണമില്ലാത്ത ഒരു ചെലവ് നിങ്ങൾക്ക് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പാഴ്ചെലവ് കൂടുന്ന സമയമാണ്. ഓരോ കാര്യങ്ങളും നിങ്ങൾ ഓരോ യാത്രകളൊക്കെ പോവാണെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾ രാവിലെ നിങ്ങൾ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഒരു കാൽക്കുലേഷൻ വെച്ച് അതിൽ ആ രീതിയിൽ പ്രവർത്തിച്ച് സാമ്പത്തികം ഒന്ന് പിടിച്ചു നിർത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ധനം ചോർന്നു പോകുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ ശത്രുശല്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതൊന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് ശത്രുക്കള് നിങ്ങൾക്കുണ്ടാവുന്നതാണ്. അത് ഗൂഢശാസ്ത്രം വഴിയൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ്. നേരിട്ട് വന്ന് ശത്രുക്കൾ നിങ്ങളെ മുമ്പിൽ നിന്ന് ആക്രമിക്കില്ലെങ്കിലും മറ്റുള്ള രീതികളിൽ നിങ്ങളെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകണം. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക. അമിത വേഗതയൊന്നും പാടില്ല. സ്വന്തമായിട്ട് വാഹനമുള്ളവരൊക്കെ ഈ സമയത്ത് മറ്റുള്ളവരെ ഡ്രൈവറായിട്ട് വെക്കുക അല്ലെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം ഡ്രൈവ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ നക്ഷത്രങ്ങളുടെ താരകാസ്ഥിതി അത്രയ്ക്ക് മെച്ചമായിട്ടല്ല ഇപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്ക് നിൽക്കുന്നത്. സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടെങ്കിലും അതുപോലെ തന്നെ ആ സമ്പത്ത് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ദാമ്പത്തികപരമായിട്ട് മനസ്സമാധാനം ഉണ്ടാകുന്ന ഒരു സമയമാണ്. കുടുംബത്തില് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ്. എങ്കിലും ചെറിയ ചെറിയ അപമാനങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. നമ്മള് വിളിക്കാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾക്ക് പ്രാധാന്യമില്ല എന്ന് കരുതുന്ന സ്ഥലത്ത് വീണ്ടും അവിടെ നിൽക്കാൻ ശ്രമിക്കരുത്. ചില സമയങ്ങളിൽ നമ്മളുടെ മനസ്സ് അവിടുന്ന് പോകാൻ അനുവദിക്കാതെ ചില സ്ഥലങ്ങളിലൊക്കെ പിടിച്ചു നിർത്തപ്പെടും. ആ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വലിയ സ്ഥാനങ്ങളൊന്നും തരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് ഒഴിവായി പോവുക. അവിടെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കരുത്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകളൊക്കെ കുറച്ച് കുറയുന്ന ഒരു സമയമാണ്. ഭാഗ്യക്കുറികളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഭവനമില്ലാത്തവർക്ക് ഭവനത്തിന്റെ കാര്യത്തില് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് ഒരു തീരുമാനമെടുത്ത് ഭവനത്തിനായിട്ട് മുന്നോട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ അശ്വതി നക്ഷത്രക്കാർക്ക് അതൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നേർന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇല്ല എങ്കിൽ ആ നേർന്ന് കിടക്കുന്ന വഴിപാടുകൾ നമ്മൾ തീർക്കാത്തത് മൂലം ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ അശ്വതി നക്ഷത്രക്കാരുടെ ജൂൺ 1 മുതൽ 15 വരെയുള്ള ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഒരുപാട്
നേട്ടങ്ങൾ വരുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ അനാവശ്യമായിട്ട് ചെലവ് ചെയ്ത് കളയുന്നതായിട്ടാണ് കാണുന്നത്. അതൊന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. എല്ലാ ദിവസവും രാവിലെ തന്നെ നിങ്ങൾ അന്നത്തെ ദിവസത്തെ ഒരു ചെലവിനുള്ള ഒരു കണക്ക് നിങ്ങൾ ഒരു 5 നിമിഷം കൊണ്ട് എടുത്ത് അതിന് പ്രകാരം മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ കാര്യവും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ബാക്കിയുള്ളവരൊക്കെ ഒരു സമ്മിശ്ര ഫലമായിട്ട് കണ്ടാൽ മതി. തൊഴിലിലൊക്കെ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. അതേ രീതിയിലുള്ള തൊഴിലുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കുടുംബത്തിലും വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ ഈ അശ്വതി നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമായതുകൊണ്ട് നിങ്ങളുടെ ജന്മ സമയം അനുസരിച്ച് ഇതിലെ ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടാവാമെങ്കിലും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇത് നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നതാണ്. എല്ലാവരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക. അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഏത് ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ആ ദൈവത്തിലും മതത്തിലും ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക. പ്രാർത്ഥന കൊണ്ട് നമുക്ക് പോസിറ്റീവ് എനർജികൾ ലഭിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ്. കൃത്യമായിട്ടുള്ള പ്രാർത്ഥനയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.